എന്തു പറ്റി കാർത്തികേ? എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഓൾമോസ്റ്റ് ഇന്ന് എന്റെ കഥ കഴിഞ്ഞാണ് മാഡം. ശിവാനിയുടെ കാര്യത്തില് ബസ് എടുത്തിയ അഭിയേട്ടനും എന്നെ പിടികൂടിയേനെ. നീ ആ സ്പോട്ടിൽ ഒരു വിധത്തിലുള്ള എവിഡൻസും വിട്ടുപോയിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? സോറി മാഡം, അത് എന്റെ ചെയിൻ ആ സ്പോട്ടിൽ വീണു പോയിരുന്നു. ആ ചെയിൻ വെച്ച് എന്തെങ്കിലും എൻക്വയറി വന്നോ? ഇല്ല. അത് മാത്രമല്ല, CCTV ക്യാമറയിൽ കൂടെ എന്റെ മുഖം കാണാതിരിക്കാൻ ശ്രമിച്ചു. പിന്നെ എങ്ങനെ നിനക്കൊരു പ്രശ്നമാവുന്നത്? സ്പോട്ടിലേക്ക് ഞാൻ പോയ ക്യാബിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡ്രൈവറെ കണ്ട് എൻക്വയറി നടത്തിയിരിക്കുകയാണ്. അവൻ നിന്നെ കുറിച്ചെല്ലാം പറഞ്ഞോ? പറഞ്ഞേനെ മാഡം. ഞാൻ നേരത്തെ അവിടെ പോയില്ലായിരുന്നെങ്കിൽ വസു എടുത്തി അഭിയേട്ടനും അവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ ഓടിച്ചെന്ന് ആ ഡ്രൈവറെ കണ്ട് പണം കൊടുത്ത് മാനേജ് ചെയ്തു. അവൻ എന്നെ അറിയില്ലെന്ന് പറഞ്ഞു. നീ പറയുമ്പോ അത്ര കാര്യമൊക്കെയില്ല ഞാൻ. ആ അഭിയും വസുവും ഇത്ര ഷാർപ്പാണോ? വളരെ ഷാർപ്പാണ്, വളരെ ഡേഞ്ചറുമാണ് മാഡം. അത് മാത്രമല്ല, ശിവാനിയുടെ മരണത്തിന് വസു എടുത്തിയാണ് കാരണമെന്ന് പറഞ്ഞ് ആ ദമയന്തി എന്നും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി വസു എടുത്തിയ അഭിയേട്ടനും എൻക്വയറി ഫാസ്റ്റ് ആക്കുവാണ്. ഈ ക്യാബ് ഡ്രൈവർ നമുക്കൊരു പ്രശ്നമാവില്ലല്ലോ. ഇന്ന് അവന് പണം കൊടുത്ത് അവന്റെ വാ അടപ്പിച്ചു. നാളെ ഇനി എന്ത് വേണമെന്ന് ആലോചിക്കണം. എന്ത് ചെയ്താലും അവർ നിനക്കെതിരെ വരാതിരിക്കാൻ നോക്കിക്കോ. ആ പരിശ്രമത്തിലാണ് ഞാനിപ്പോ. അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാ അപ്പൊ എന്ത് വേണമെന്ന് ആലോചിക്കാം. അഭിയും വസുവും ഇത്ര ബ്രില്യന്റ് ആണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഉണ്ണിയുടെ ആക്സിഡന്റ് കാര്യത്തിൽ പോലും ഇത്രയും കറക്റ്റായിട്ട് എൻക്വയറി ചെയ്ത് നമ്മളെ സഹായിച്ചവനെ ജയിലിലടച്ചു. എന്തോ ഭാഗ്യത്തിന് അവൻ നമ്മുടെ പേര് പറഞ്ഞില്ല. അവനെയും കൂടി പണം കൊടുത്തല്ലേ വാ അടപ്പിച്ചത്? ഇല്ല കാർത്തികേ, ഇനി നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ മേൽ സംശയം വരുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് തന്നെ സ്വത്ത് മുഴുവൻ നമ്മുടെ കൈക്കലാക്കണം. ഓൾറെഡി ഉണ്ണിയുടെ കയ്യൊപ്പും വിരലടയാളവും വാങ്ങിയില്ലേ മാഡം? ഇനി വസുവെടുത്തിയുടെ കയ്യൊപ്പ് കൂടി വാങ്ങിയ സ്വത്ത് നമ്മുടെ കയ്യിലാവില്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യണം. നീ പറഞ്ഞ പ്ലാൻ ഉറപ്പായും വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ ചെയ്ത് ആ വസുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒപ്പ് വാങ്ങാം. അതിനുശേഷം അവർക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്യാബ് ഡ്രൈവർ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് കാർത്തിക തന്നെ ആയിരിക്കണം. പക്ഷെ ഫോട്ടോ കണ്ട ശേഷം കാർത്തിക അല്ലെന്നല്ലേ പറഞ്ഞത്? അവൻ പറഞ്ഞത് കള്ളമായിരിക്കും. പക്ഷേ ആ ക്യാബ് ഡ്രൈവറിന് കള്ളം പറയേണ്ട ആവശ്യം എന്താ? എന്താ ആലോചിക്കുന്ന വസുന്ധര? ക്യാബ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാ. എത്ര ആലോചിച്ചിട്ടും അതൊരു മിസ്റ്ററി ആണെന്ന് തോന്നുന്ന ഏട്ടാ. റാവു സാറാണല്ലോ. ഹലോ റാവു സാർ, എന്താ ഈ സമയത്ത് വിളിച്ചേ? സോറി മിസ്റ്റർ അബ്രാം, ചെറിയൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാ ഫോൺ ചെയ്തത്. പറഞ്ഞോളൂ. ഇന്ന് നിങ്ങളും നിങ്ങളുടെ വൈഫും ഒരു ക്യാബ് ട്രാവൽസിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ടു. അതെ സാർ, ഒരു ചെറിയ എൻക്വയറി ഉണ്ടായിരുന്നു. നിങ്ങളുടെ അനിയൻ അഖിലിനും കാർത്തികയ്ക്കും ഡിവോഴ്സായി അല്ലേ? അല്ല, എന്താ സാർ കാര്യം? മറ്റൊന്നുമില്ല, നിങ്ങൾ നിന്ന് ആ ക്യാബ് ട്രാവൽസിന്റെ അടുത്ത് തന്നെ കാർത്തികയും നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. കാർത്തികയെ അവിടെ കണ്ടെന്നോ? അല്ല, കാർത്തിക എന്തിനാ സാർ അങ്ങോട്ട് പോകുന്നത്? അതെനിക്കറിയില്ല. നിങ്ങൾ 3 പേരും ഒരുമിച്ചാണെന്നാ ഞാൻ കരുതിയത്. ഇല്ല റാവു സാർ, ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് പോയത്. എന്നിട്ട് ഞങ്ങളവിടെ കാർത്തികയെ കണ്ടില്ലല്ലോ. അത് അവരല്പം മാറിയാ നിന്നത്. മാറി നിൽക്കായിരുന്നോ? അതെ, അല്പം മാറി നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാം. എന്തു പറ്റിയേട്ടാ? അദ്ദേഹം എന്താ കാർത്തികയെ പറ്റി പറഞ്ഞത്? വസുന്ധര, ഇന്ന് നമ്മൾ പോയ ക്യാബ് ഓഫീസിന്റെ അടുത്ത് കാർത്തിക ഉണ്ടായിരുന്നു. കാർത്തിക അവിടെ എന്തിനാ വന്നത്? നമ്മൾ സീക്രട്ടായിട്ട് അവള് വാച്ച് ചെയ്യുമായിരുന്നു. നമ്മളെ രഹസ്യമായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട കാര്യം കാർത്തികയ്ക്ക് എന്താ ഉള്ളത്? സംതിങ് ഈസ് റോങ് വസുന്ധര. കാർത്തിക് എന്തോ മാനേജ് ചെയ്യാനായിട്ട് അവിടെ വന്നാണെന്ന് തോന്നുന്നു. അപ്പോ ക്യാബ് ഡ്രൈവറോട് അവളെ കുറിച്ചൊന്നും നമ്മളോട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവോ? സംതിങ് ലൈക്ക് ദാറ്റ്. സംതിങ് ഫിഷിംഗ്. തന്റെ ഗസ് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ക്യാബ് ഡ്രൈവറിനെ നമ്മൾ അന്വേഷിക്കുകയാണെന്ന് എങ്ങനെയോ മനസ്സിലാക്കി നമുക്ക് മുമ്പേ അവൾ അങ്ങോട്ട് പോയി
ആ ക്യാബ് ഡ്രൈവറിനോട് അവൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടാവണം. അപ്പോ ശിവാനിയുടെ കൊലപാതകവും കാർത്തികയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. അവളെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വരാതെ കാർത്തിക നേരത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ കാർത്തിക അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. കാർത്തിക നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ മൂമെന്റും അവൾ അറിയുന്നുണ്ട്. നമുക്ക് മുന്നേ അങ്ങോട്ടേക്ക് പോയി ക്യാബ് ഡ്രൈവറെ അവള് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കാർത്തികയ്ക്ക് ഉറപ്പായിട്ടും ശിവാനിയുടെ കൊലപാതകമായിട്ട് ബന്ധമുണ്ട്. നാളെ രാവിലെ തന്നെ പോയി ആ ക്യാബ് ഡ്രൈവറെ നമുക്ക് നന്നായി ചോദ്യം ചെയ്യണം. ചോദിക്കാം വസുന്ധര. കാർത്തികയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കാം. ശിവാനിയുടെ കൊലപാതകമായിട്ട് കാർത്തികയ്ക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. അവളെ ജയിലിൽ അയക്കണം. പക്ഷെ കാർത്തികയ്ക്ക് നമ്മളെ എൻക്വയറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ കഴിയുന്നു? ആരാണ് ഇത് അവളോട് പറയുന്നതെന്ന് കണ്ടുപിടിക്കണം. സുമാ, മൈ ഡിയർ സുമാ. സുമാ, ആരാത്? ഞാനാണ് സുമാ. ഞാനെന്ന് പറഞ്ഞ ആരാ? നിന്റെ കാമുകൻ, നിന്റെ പ്രാണനാഥൻ. ആ, എന്റെ രാജയാണോ? അല്ല, നിന്റെ ഭാവി ഭർത്താവ്. ഭാവി വരനോ? അതെ, നീ എന്റെ ജീവനാണ്. എത്രയോ കാലമായി നിന്നെ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രണയം നിന്നെ ഞാൻ അറിയിക്കുകയാണ്. ആ, നീ എന്നെ പ്രണയിക്കുന്നുവെന്ന് മനഃപൂർവ്വം ഞാൻ വിശ്വസിക്കട്ടെ? ഞാനറിയാതെ എന്നൊരാള് സ്നേഹിക്കുന്നോ? അതെ സുമേ, നിന്നെ കാണാനും നിന്നെ പ്രണയിക്കാനും നിന്റെ സംസാരം കേൾക്കാനും നിന്നെ കല്യാണം കഴിക്കാനും ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നു. ആ, ആ, അപ്പൊ ഇത്രയും കാലമായിട്ട് എന്താ എന്റെ മുന്നിലേക്ക് വരാഞ്ഞേ? ഞാനും നിന്നെ പോലൊരു പ്രണയിനിയാണ് തേടുന്നത്. ആ, ഞാനും ഇത്രയും കാലം നിങ്ങളെ പോലെ ഒരു കാമുകനെ അന്വേഷിച്ചുകൊണ്ട് നടന്നത്. വാ രാജ, പോവാം, നടക്ക്. ഇവരൊക്കെ വിട്ടിട്ട് നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും പോകാം. വാ രാജ. എവിടേക്ക്? കല്യാണം കഴിക്കാൻ. ഇപ്പോഴോ? ആ, ഇപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം കഴിക്കണം. വാ വാ. നല്ല മുഹൂർത്തം നോക്കണ്ടേ സോമേ? അതൊന്നും വേണ്ട. നമ്മുടെ മനസ്സ് ഒരുമിച്ച നിമിഷ ഏറ്റവും നല്ല മുഹൂർത്തം. ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു. ഇനിയും കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഈ നിമിഷം തന്നെ നമ്മുടെ രണ്ടുപേരെയും കല്യാണം നടക്കണം. ആദ്യം കാണുന്ന അമ്പലത്തിൽ കയറി നമുക്ക് നമ്മുടെ കല്യാണം നടത്താം. വാ രാജ, വാ, പോകാൻ രാജ. അല്ല, പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇതിന് മേലെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പേര് എന്റെ ജീവിതത്തിൽ വരികയും പോവുകയും ചെയ്തു. പക്ഷെ നിങ്ങളെ ഞാൻ വിടില്ല. ഞാൻ വിടില്ല, ഞാൻ വിടില്ല. നിങ്ങളെ ഞാൻ വിടില്ല, നിങ്ങളെ ഞാൻ വിടില്ല. ഞാൻ ഒരിക്കലും വിടില്ല, ഞാൻ ഒരിക്കലും വിടില്ല, ഞാൻ ഒരിക്കലും വിടില്ല, ഞാൻ ഒരിക്കലും വിടില്ല, ഞാൻ ഒരിക്കലും ഇത് സ്വപ്നായിരുന്നോ? എത്ര നല്ല സ്വപ്നായിരുന്നു. ആ കൈനോട്ടക്കാരൻ എന്റെ ജീവിതത്തിലേക്ക് ഒരാള് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോ സ്വപ്നത്തിൽ എന്തായാലും വന്നല്ലോ. സമയം പുലർച്ചെ 4 മണിയായല്ലോ. എന്നുവെച്ചാ ഈ സ്വപ്നം സത്യാവും അർത്ഥം. നാളെ ആ കൈനോട്ടക്കാരനെ വീണ്ടും കണ്ടിട്ട് എന്റെ ഭാവി വരൻ എപ്പോ വരുമെന്ന് ചോദിക്കണം. ഇന്ന് എങ്ങനെയെങ്കിലും ആ ക്യാബ് ഡ്രൈവറിനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം ഏട്ടാ. ഇന്നലെ ആ ക്യാബ് ഡ്രൈവർ നമ്മളോട് കള്ളം പറഞ്ഞതായിട്ടാ എനിക്ക് തോന്നുന്നത് ഏട്ടാ. അവൻ സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും അവൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്കൊരു സ്കെച്ച് വരയ്ക്കണം വസുന്ധര. പോലീസ് പറഞ്ഞതുപോലെ ആ സ്കെച്ച് നമുക്ക് ഉപകാരപ്പെടും. എന്ത് വന്നാലും ശരി, ഇന്ന് തന്നെ ആ ക്രിമിനലെ നമ്മൾ പിടിച്ചേ പറ്റൂ ഏട്ടാ. അയാൾ എവിടെ ഉണ്ടായിരുന്നാലും ശരി, നമുക്ക് കണ്ടുപിടിക്കണം. അവിയേട്ടന്റെയും വസുവേട്ടത്തിയുടെയും അടുത്ത് നിന്ന് ഇന്നലെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഞാനിനി കുറച്ച് ശ്രദ്ധിക്കണം. എന്തുപറ്റി ഡ്രൈവർ? അറിയില്ല മാഡം, കാറ് നിന്നുപോയി. ഞാനും ചെക്ക് ചെയ്യട്ടെ.
ഹലോ ഹായ് മാഡം. നിങ്ങളെന്താ ഇവിടെ? എന്തു പറ്റി? നീ എന്താ ഇവിടെ? ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇല്ല മാഡം, കഴിഞ്ഞ ദിവസം നിങ്ങൾ എനിക്ക് പൈസ തന്നില്ലേ, അതാ നാട്ടിലേക്ക് പോകുന്നത്. ഏട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. ഒന്ന് റിവേഴ്സ് എടുത്തേ ഏട്ടാ. എന്താടോ? ഏട്ടാ ഏട്ടനൊന്ന് അങ്ങോട്ടേക്ക് നോക്കിയേ. ക്യാബ് ഡ്രൈവർ കാർത്തികയോട് സംസാരിച്ചോണ്ട് നിൽക്കുക. കുറച്ച് ശ്രദ്ധിക്കണം. മാഡം കാർ റെഡിയായി. ഓക്കെ ഓക്കെ ശ്രീനി, പണത്തിന്റെ ആവശ്യം വന്നാ എന്നെ ഫോൺ ചെയ്താൽ മതി. താങ്ക് യു മാഡം. നമുക്ക് ആ ക്യാബ് ഡ്രൈവറെ പിടിക്കാം ഏട്ടാ, പെട്ടെന്ന്. ശരി വസു. ഒന്ന് വേഗം പോ ഏട്ടാ. എന്താ സാറേ കാര്യം? ഇപ്പൊ ഒരു പെൺകുട്ടിയോട് നീ സംസാരിച്ചില്ലേ? ആരാത്? ഏത് പെൺകുട്ടിയാ സാർ? ഇന്നലെ ഫോണിൽ ഞങ്ങൾ കാണിച്ചു തന്ന പെണ്ണ്. ആ പെൺകുട്ടി ആരെന്ന് എനിക്ക് അറിയില്ല മാഡം. അറിയാതെയാണോ ഇത്രയും നേരം നീ അവളോട് സംസാരിച്ചത്? അത് ആ മാഡം എൻ്റെ അടുത്ത് വഴി ചോദിച്ചതാ. അവള് വേറെ ക്യാബിൽ വന്നിട്ട് നിന്നോട് അഡ്രസ്സ് ചോദിച്ചോ? അത് പിന്നെ ആ കാർ ഡ്രൈവറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞാ ഞാൻ അയാളോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നെ ചവിട്ടിക്കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എന്താ സാർ എന്തായി പറയുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സത്യം പറയുന്നില്ലേ? അടിക്കല്ലേ സാർ. സാർ എന്റെ അമ്മ ഹോസ്പിറ്റലാണ് സാർ, എനിക്ക് വേഗം നാട്ടിലേക്ക് പോണം സാർ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? എനിക്ക് പണം തരാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞതാ സാർ. ആ രാത്രി എന്റെ ക്യാബിൽ നിന്ന് വന്നത് നിങ്ങൾ കാണിച്ച ഫോട്ടോയിലുള്ള പെൺകുട്ടിയാ. അന്ന് എന്താ സംഭവിച്ചത്? അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല സാർ. ആ മാഡം എന്റെ കാറിൽ കയറി വന്നു. എന്തോ കാര്യത്തിന് വേണ്ടി ആ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ പോയി. എനിക്ക് അത്രമാത്രം അറിയൂ സാർ. വേറെന്തെങ്കിലും നീ മറച്ചു വെക്കുന്നുണ്ടോ? സത്യം പറ. എന്റെ അമ്മയാണ് സത്യം മാഡം, ഞാൻ സത്യമാ പറഞ്ഞത്. ശരി, എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജയിലിലായിരിക്കും. ഓടാ. ഏട്ടാ കാർത്തിക രക്ഷപ്പെട്ടു പോവും. അതിനു മുമ്പ് നമുക്ക് അവളെ ഫോളോ ചെയ്യാം. ഏട്ടൻ വാ. വരും. അതെ ഏട്ടാ, കാർത്തികയുടെ കാറ്. കാർത്തിക ആർക്കോ ആഹാരം കൊണ്ട് കൊടുക്കുക. അവിടെ ആരോ ഉണ്ട്. വാ വസ്ത്ര.
ഈ വീട്ടിലേക്കല്ലേ പോയത്? ആ വാ. ആരാ നീ? എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? ബഹളം വെക്കണ്ട. ബഹളം വെച്ച് വെറുതെ സ്വന്തം എനർജി വേസ്റ്റ് ആക്കണ്ട. എന്നെ കാണാതെ എന്റെ അമ്മയും അനിയനും കരഞ്ഞോണ്ടിരിക്കാവും. എന്നെ വിട്ടേക്കൂ. വെറുതെ വിടാം, പക്ഷെ ഇപ്പൊ പറ്റില്ല. നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. നിനക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കഴിക്ക്. എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. എന്നെ വിട്ടേക്ക്. മര്യാദയ്ക്ക് മിണ്ടാതെ ഇത് കഴിക്ക്. കഴിക്ക്, കഴിക്കങ്ങോട്ട്.